യുഎഇയിലെ ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ മലയാളം സമൂഹത്തിൻ്റെ നേതൃത്വത്തിലും മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ആരംഭം കുറിച്ചു. ഇടവക വികാരി ഫാദർ സവരി മുത്തു, ഫാദർ ജോസ്, ഫാദർ റെജി, ഫാദർ വിനോദ്, ഫാദർ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ. ഇതിനു മുന്നോടിയായി കഴിഞ്ഞ 9 ദിവസങ്ങളിലായി പ്രാർത്ഥനാ നിർഭരമായ നൊവേനയും ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി 8-ന് സായാഹ്ന പ്രാർത്ഥനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണവും നടക്കും. നാളെ വൈകുന്നേരം 8 മണിക്ക് ഫാദർ ഡൈനിഷ് ആൻ്റണിയുടെ നേതൃത്വത്തിൽ ആഘോഷമായ ദിവ്യബലിയോടുകൂടി തിരുനാളിന് സമാപനം കുറിക്കും. 1950 നവംബർ 1-ന് പിയൂസ് 12 പാപ്പായാണ് മാതാവിൻ്റെ സ്വർഗാരോപണം കത്തോലിക്ക സഭയുടെ വിശ്വാസ സിദ്ധാന്തമായി പ്രഖ്യാപിച്ചത്. പരിശുദ്ധ കന്യകാ മാതാവ് ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടെന്ന് അപ്പോസ്തലന്മാരിൽ നിന്നും ലഭിച്ചുള്ള വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് പാപ്പ ഇതിലൂടെ ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഏറ്റവും പഴക്കമേറിയ തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ജെറുസലേം നഗരത്തെ വിശുദ്ധ നഗരമായി പുനഃസ്ഥാപിച്ച കാലയളവിലാവാം ഇത് ആഘോഷിക്കപ്പെട്ടത് എന്ന് കരുതുന്നു. എന്നാൽ ചക്രവർത്തിയായിരുന്ന അഡ്രിയാൻ ഈ നഗരം ഇടിച്ചു നിരപ്പാക്കി. 2 നൂറ്റാണ്ടോളം യേശുവിൻ്റെ എല്ലാ ഓർമ്മകളും നശിപ്പിക്കപ്പെട്ടു. 336-ൽ ഹോളി സപ്പൾച്ചർ ദേവാലയം നിർമ്മിക്കപ്പെട്ടതിന് ശേഷമാണ് ആ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം പുനരുദ്ധരിക്കപ്പെടുകയും കർത്താവിൻ്റെ ഓർമ്മ പുതുക്കലുകൾ ജെറുസലേമിലെ ജനങ്ങൾ കൊണ്ടാടി തുടങ്ങുകയും ചെയ്തത്. പുരാതന ക്രൈസ്തവ സമൂഹം ജീവിച്ചിരുന്ന സിയോൻ മലയിലാണ് മറിയത്തിൻ്റെ കബറിടം. മറിയത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കപ്പെട്ടിരുന്നതാണ് പിൽക്കാലത്ത് സ്വർഗാരോപണ തിരുനാളായി മാറിയത്. 451-ൽ മെഡിറ്ററേനിയൻ ലോകത്തിലെ മുഴുവൻ മെത്രാന്മാരും പങ്കെടുത്ത കോൺസ്റ്റാന്റിനോപ്പിളിൽ ചാൾസിഡോൺ സുനഹദോസ് കൂടിയപ്പോൾ തങ്ങളുടെ തലസ്ഥാനത്ത് സൂക്ഷിക്കുവാനായി പരിശുദ്ധ മറിയത്തിൻ്റെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കൊണ്ടുവരുവാൻ മാർസിയൻ ചക്രവർത്തി ജെറുസലേമിലെ പാത്രിയാക്കീസിനോട് ആവശ്യപ്പെട്ടു. അവളുടെ കല്ലറ തുറന്നു നോക്കിയെങ്കിലും അത് ശൂന്യമായി കിടക്കുന്നതാണ് കണ്ടതെന്നും അതിനാൽ മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് അപ്പസ്തോലന്മാർ അനുമാനിച്ചുവെന്നും പാത്രിയാക്കീസ് ചക്രവർത്തിയെ അറിയിച്ചു. ക്രിസ്തുവിൻ്റെ കാലടികളെ പിന്തുടരുന്നത് വഴി സ്വർഗറാണിയായി മാറിയ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നമുക്കും ക്രിസ്തുവിലേക്കുള്ള യാത്രയുടെ ശക്തിയായി രൂപാന്തരപ്പെടട്ടെ.